സുഹൃത്തുക്കളെ, ഹൈറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞാനുള്ളതേ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിൽ നല്ലൊരു കിടിലം പ്രോപ്പർട്ടി നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. കിടിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരി നമ്മുടെ HMT ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഉണ്ടല്ലോ, അതെ HMT ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് ഏകദേശം 500-600 മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നമുക്കൊരു 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന 13 സെന്റ് സ്ഥലത്ത് നമുക്ക് നല്ല ഓട്ടോമേറ്റ് ഗേറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു കിടിലം പ്രോപ്പർട്ടി, ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കടുപ്പ കല്ലുകൾ വിരിച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള എലിവേഷനിലാണ്. അപ്പോൾ 2, 3, 4 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 kV സോളാർ സൗകര്യം ചെയ്തിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു നാച്ചുറൽ വൈബ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പം 4000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 13 സെന്റ് സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പിന്നെ കിണർ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഇന്റീരിയർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ലിവിങ് ഏരിയ, ഇത് ലിവിങ്. അതുപോലെ തന്നെ താഴെ 2 ബെഡ്റൂം. ഇവിടെയായിട്ട് നമുക്ക് ഒരു കിഡ്സ് റൂം അവൈലബിൾ ആണ്. ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ബ്രാൻഡഡ് സാധനം തന്നെ ഇതിൽ കൊടുക്കാനായിട്ടുള്ളത്. ഇവിടെ താഴത്തെ ഇവിടെയായിട്ട് 2 ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു പാഷ്യോ സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വേറെ പാഷ്യോ ഉണ്ട്. അത് ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. ഇവിടെയായിട്ടാണ് ലിവിങ്. അതുപോലെ ഇവിടെയായിട്ടാണ് ഒരു പാഷ്യോ. അതിന് തൊട്ട് ചേർന്ന് തന്നെ നമുക്കൊരു ബാത്റൂമും സജ്ജീകരിച്ചിട്ടുണ്ട്. എലിവേഷനിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്കൊരു ഓഫീസ് റൂമിലേക്ക് വരികയാണെങ്കിൽ വേണ്ട, ഇതാണ് ഒരു ഓഫീസ് റൂം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് ഇവിടെ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. വലിയ വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെയായിട്ടാണ് നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഇവിടെയായിട്ട് ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് വാഷ് ബേസിൻ കൗണ്ടർ വരുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു പാഷ്യോ അതിനോട് തൊട്ട് ചേർന്നാൽ ഈ ഒരു ഡൈനിങ്ങിൽ നിന്ന് തന്നെ ഒരു പാഷ്യോയും അതുപോലെ തന്നെ വാഷ് ബേസിൻ ഒരു കൗണ്ടർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ടാണ് നമുക്ക് ഐലൻഡ് കിച്ചൺ. വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ്. അപ്പർ ക്യാബിനറ്റ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫേബറിന്റെ ഒരു ഹോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം ഉൾപ്പെടെയാണ് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ഈ ഭാഗത്ത് നമുക്ക് ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് റീസെയിലിന് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പുതിയ പ്രോപ്പർട്ടി ഉണ്ടോ, ഏകദേശം 1 മാസം താമസിച്ചിട്ടുള്ളൂ. ഇതിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു നാച്ചുറൽ വൈബാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ റൂം നമ്മൾ കണ്ടതാണ്, ഇവിടെയും കണ്ടതാണ്. ഈ ഭാഗത്തൊരു ഏരിയ, ഒരു നിസ്കാര റൂം പോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസിന്റെ താഴത്ത് കണ്ട കർട്ടനൊക്കെ വിരിച്ച് അതുപോലെ ഫിക്സ്ഡ് ഗ്ലാസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നും ക്വാളിറ്റി കുറഞ്ഞിട്ട് ഒന്നുമില്ല, എല്ലാം ബ്രാൻഡഡ് തന്നെയാണ്. ഇത് ഫുള്ള് തേക്കാണ്. ഈ സ്റ്റെപ്പിൽ മൊത്തം കൊടുത്തേക്കണം. ഇത് ഈ ഒരു ഏരിയ മൊത്തം, സ്റ്റെയർ മൊത്തം തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ മുകളിലെ ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് അവിടെ നിന്നുള്ള പുറമേ എന്നുള്ളത് നമുക്കൊരു ആ ഒരു വീടിന്റെ ഒരു എലിവേഷനെ തന്നെ വളരെ വ്യത്യസ്തമാകുന്നത്. അതുപോലെ ഇതിൽ നമുക്ക് ഒരു ഏരിയ ജിമ്മ് മാത്രമായിട്ട് തിരിച്ചിട്ടുണ്ട്. കണ്ട, ഇതിന്റെ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലേക്കുള്ള സ്റ്റെയർ നേരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അവിടുന്ന് ഏറ്റവും ടോപ്പിലേക്കായിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതെ ഇങ്ങനെ വരുമ്പോൾ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം വിശാലമായിട്ടുള്ള ബാത്റൂം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ബ്രാൻഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണത്. അതും റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മളിതേ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ നമുക്കിതേ ഇതും ഫർണിച്ചർ തന്നെയാണ്. അപ്പൊ എല്ലാ ഫർണിച്ചർ സാധനവും ഫർണിഷ്ഡോട് കൂടി തന്നെ കൊടുക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓർഷൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്വിച്ച് ആണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് കണ്ട ഇവിടെ ആയിട്ടാണ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. കണ്ട എല്ലാം നല്ല ഡബിൾ ഹൈറ്റ് തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ് റൂമുകളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ചൂടിന് വളരെ കുറവുണ്ട്. ചൂട് തോന്നത്തേ ഇല്ല. കാരണം അത്ര ഒരു കാറ്റും വെളിച്ചം ഫുള്ള് ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് വെളിച്ചം നമുക്ക് തോന്നുന്നുണ്ട്. കണ്ടാ ഇതൊരു ബാൽക്കണിയാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ബെഡ്റൂം കണ്ടില്ല, ഇതൊരു ബെഡ്റൂം. അപ്പൊ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ്, 4000 സ്ക്വയർ ഫീറ്റ്, 13 സെന്റ് സ്ഥലം. 13 സെന്റ് സ്ഥലം. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,40,00,000 രൂപയാണ് ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ്. 3,40,00,000 രൂപ എന്നുള്ളത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക. പിന്നെ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. ഈ 4000 സ്ക്വയർ ഫീറ്റിൽ 13 സെന്റ് സ്ഥലത്ത് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സൗകര്യവും അതുപോലെ തന്നെ വണ്ടി അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യവും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലും വരുന്ന 13 സെന്റിൽ 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.